പടം കൊള്ളായിരുന്നു, നല്ല വൈബ് പടം. പക്ഷേ എന്താ പറയുക, ഭയങ്കര നല്ല കിടിലം അങ്ങനത്തെ ഒരു ലെവലിലൊന്നുമില്ല. പക്ഷേ കൊള്ളാം, നല്ല പടം, നല്ല പടം. മമ്മൂക്കാടി പടം ഓക്കെ ബ്രോ, കുഴപ്പമില്ല. എനിക്ക് വർക്കായി. സ്റ്റോറിയും കഥയും വലുതായി വർക്കായെങ്കിലും പ്രിഡിക്റ്റബിൾ ആണെങ്കിലും ആക്ഷന് വേണ്ടി എനിക്ക് കണ്ടിരിക്കാൻ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്ക്രീൻ പ്ലേ എടുത്തിട്ടുണ്ട്. പക്ഷെ മമ്മൂട്ടിയുടെ ഇൻട്രോഡക്ഷൻ തുടക്കത്തിൽ ഒന്ന് കാണിക്കും, ചെറിയൊരു ഇൻട്രോ. അത് ക്ലൈമാക്സിൽ എനിക്ക് ആ കോസ്റ്റ്യൂമേ വലിയൊരു ഇതായിട്ട് തോന്നിയില്ല. ഒരു അത്ര ഒരു ഹൈപ്പ് കയറ്റിയിട്ടേ നമുക്ക് ഇൻട്രോയിൽ ഒരു സാധനം കിട്ടും, അത് ക്ലൈമാക്സ് ഇല്ലാതെ പോയി, അത്രയേ ഉള്ളൂ. പക്ഷെ കൊള്ളാം, പൊളി സിനിമ, നല്ലൊരു കളർ പടമായിരുന്നു. പച്ചയല്ല, ഇത് ചത്ത പുച്ഛം മാത്രമേ ഉള്ളൂ. അതിനകത്ത് യാതൊരു സംശയവും ഇല്ല. ഒരാവശ്യമില്ലാതെ മമ്മൂക്കയെ കൊണ്ടുവന്ന് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. വെറുതെ അനാവശ്യ ഹൈപ്പെല്ലാം കൊടുത്തു കൊണ്ടുവന്നിട്ട് ഒരു കഥയും ഇല്ല. നമ്മുടെ സ്വന്തം പൈസ നമ്മൾ പോയി കണ്ടു, നമ്മൾ നമ്മുടെ അഭിപ്രായം പറയുന്നു. പടം പോരാ, ബിലോ അവർ. വേറെ നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല. പിന്നെ മറ്റുള്ളവർ പറയാൻ നോക്കിയിട്ട് കാര്യമില്ല. പടം നല്ല പടം, നല്ല പടം. കൊച്ചി സ്റ്റൈൽ പടമാണ്, നല്ല പടം. എല്ലാവരും അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. വന്ന ആദ്യത്തെ പടം ദുൽഖർ സൽമാൻ പ്രൊഡക്ഷനിൽ വന്ന പടങ്ങളിലെ ഒരു മിനിമം ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അത് അതുപോലെ ഇതിലുണ്ട്. 2026 മലയാളത്തിലെ ആദ്യത്തെ ഹിറ്റ് തന്നെയാണ്. അതിൽ 100% ഒരു സംശയവും വേണ്ട. ഫസ്റ്റ് ഹാഫ് ഒരു ലെവൽ കത്തിക്കലാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫ് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന ലെവലിലാണ് സെക്കൻഡ് ഹാഫ് കൊണ്ട് വെച്ചത്.